ഹായ് ഓൾ, ഇത് ഞാൻ വിനായക ചതുർത്ഥി ദിവസം എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥി ദിവസമാണ് ഗണപതിയുടെ ജന്മദിനം. ആ ദിവസമാണ് നമ്മൾ വിനായക ചതുർത്ഥി ദിവസമായി ആചരിക്കുന്നത്. ഈ വർഷം അത് സെപ്റ്റംബർ 7-നായിരുന്നു. ഞാൻ ഇവിടെ പുതിയതൊരു ഗണപതി മണ്ഡപത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സർവ്വവിഘ്നങ്ങളും അകറ്റാൻ ഗണപതിയെ പൂജിച്ചാൽ മതി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗണപതിയെ നമ്മൾ വിഘ്നേശ്വരൻ എന്ന പേരിൽ കൂടി വിളിക്കുന്നത്. ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു കാര്യവും പൂർത്തിയാകാതെ പോകില്ല എന്നതാണ് വിശ്വാസം. ഞങ്ങള് നെയ്വിളക്കായിരുന്നു നേർന്നിട്ടുണ്ടായിരുന്നത്. ഗണപതിക്ക് നെയ്വിളക്ക് നേരുന്നതിലൂടെ ഐശ്വര്യ വർധനവിന് കാരണമാകും എന്നതാണ് വിശ്വാസം. ചതുർത്ഥി ദിവസം ഗണപതി ഹോമം നടത്തുന്നതും നല്ലതാണ്. അതേ ദിവസം ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഗണപതി ഹോമം നടത്തുന്നുണ്ടാവും. ഗണപതിയെ ഏത്തമിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഭഗവാനെ സന്തോഷിപ്പിക്കുകയും അതേസമയം നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള തെറ്റുകൾ പോർക്കുകയും ചെയ്യും എന്നതാണ് വിശ്വാസം.